എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭരണി നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധമായ ഹൃദയം ഒക്കെ ഉള്ളവരാണ്. അതുപോലെ തങ്ങൾ മൂലം മറ്റാർക്കും യാതൊരു ദോഷം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. എന്നാൽ ഇവർ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടക്കാർ ആകണമെന്നും ഇല്ല. അതുപോലെ മറ്റുള്ളവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ഇവർ പരിഗണിക്കാറും ഇല്ല. അതുപോലെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇവർ മനസാക്ഷിക്ക് വിരുദ്ധമായി ഇവരൊന്നും പ്രവർത്തിക്കുകയും ഇല്ല. അതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചോ അവരെ പ്രീണിപ്പിച്ചോ ഒക്കെ കാര്യം കാണാൻ ഇവർക്ക് കഴിയാറും ഇല്ല. അതുമൂലം ജീവിതത്തിൽ ഇവർക്ക് പല ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഒക്കെ സംഭവിക്കാറും ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള പരാജയങ്ങളെ നേരിടുന്നതിന് മാനസികമായിട്ട് ഇവർക്കൊട്ട് കഴിയാറും ഇല്ല. അതുപോലെ എത്ര അടുപ്പമുള്ളവരോടും നിസ്സാര കാര്യത്തിന് പോലും ഇവർ ദേഷ്യപ്പെടാറുണ്ട്. എതിർപക്ഷത്തൊക്കെ നിൽക്കുന്നവരെന്ന് ഭരണി നക്ഷത്രക്കാരൊക്കെ കരുതുന്നവർ ചെറിയൊരു ക്ഷമായാചനം ചെയ്ത് ഇവരുടെ മുന്നിൽ വരികയാണെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്തോ ആ തെറ്റുകളെല്ലാം ഇവർ പൊറുക്കുകയും ഇതെല്ലാം ഇവർ ക്ഷമിക്കുകയും ചെയ്യുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ. അതുപോലെ തുടർന്ന് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഭരണി നക്ഷത്രക്കാർ. അത്രയ്ക്ക് ശുദ്ധ ഹൃദയമുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ. അതുപോലെ അഭിമാനബോധവും ഇവർക്ക് വളരെ കൂടുതലാണ്. അതുപോലെ സ്വന്തം അഭിമാനബോധമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ വളരെ ക്ലേശവും അനുഭവിക്കാറുണ്ട്. അതുപോലെ ആരുടെ മുന്നിലും തല കുനിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് മരണതുല്യമായ ഒരു കാര്യവുമാണ്. അതുപോലെ അസാധാരണമായി ഉണ്ടാകുന്ന ഇതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് സാഹസ പ്രവർത്തിക്കും ഒക്കെ ഇവർ തയ്യാറും ആകുന്നതാണ്. മറ്റുള്ളവരുടെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അംഗീകരിക്കുന്നു എന്ന് ഇവർ ഭാവിക്കും. പക്ഷേ ഇവർ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാറില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ ഇവരിട്ട് പ്രവർത്തിക്കാറും ഇല്ല. അതുപോലെ കാര്യപ്രാപ്തി നല്ലതുപോലെ ഉള്ളവരാണ്. അതുപോലെ പൊതുവിഷയങ്ങളിലൊക്കെ നല്ല ഗ്രാഹ്യമുള്ളവരുമാണിവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല വിഷയങ്ങളിലും പൊതുവിൽ നിന്നൊക്കെ എതിർപ്പുകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാറുമുണ്ട്. അതുപോലെ സ്വതന്ത്ര ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. അതുപോലെ ഇവർക്ക് ആജ്ഞാശക്തി ഉണ്ട്, നല്ല അധികാര പ്രഭാവം ഇവർക്കുണ്ട്. ഇതെല്ലാം ഇവർ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രകടിപ്പിക്കാറും ഉണ്ട്. പ്രതിബന്ധങ്ങളെയും എതിർപ്പുകളെയും ഒക്കെ നേരിട്ട് മാത്രമേ ഭരണി നക്ഷത്രക്കാർക്ക് ഒരു ജീവിത വിജയമൊക്കെ നേടാൻ സാധിക്കൂ. ഇവരെ പലരും അഹങ്കാരികൾ എന്നൊക്കെ ഇവരെ ആക്ഷേപിക്കും. അതുപോലെ വിലയിരുത്തുകയൊക്കെ ഇവർ അഹങ്കാരികളാണ്. പക്ഷേ സത്യം അതല്ല. ഇവർ വെറും ശുദ്ധഹൃദയരാണ്. ഇവർക്ക് അല്പം നിർബന്ധ ബുദ്ധി കൂടും എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവരുടെ ജീവിതകാലവും ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. ഇതുപോലെ 33 വയസ്സിനൊക്കെ മേലെയായിരിക്കും ഇവർക്കൊരു നല്ല ജീവിതകാലമൊക്കെ ലഭിക്കുക. ഈ ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത്. അതുപോലെ അനാവശ്യ മത്സരത്തിനും കടുംപിടുത്തത്തിനൊന്നും ഭരണി നക്ഷത്രക്കാർ ഒരു കാരണവശാലും പോകരുത്. അതൊക്കെ ദോഷങ്ങൾ വരുത്തി വെക്കുന്നതാണ്. അതുപോലെ ആദർശങ്ങളുടെ പേരിൽ അനീതിയെ എതിർക്കുന്നു എന്നുള്ള കാരണത്താലൊക്കെ ഇവർ പല മത്സരങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറുന്നതാണ്. അങ്ങനെ ഒഴിഞ്ഞു മാറി തന്നെ നിൽക്കേണ്ടതും ആണ്. അതുപോലെ പൈതൃകമായ സഹായമൊക്കെ ഇവർക്ക് ലഭിക്കും. അതുപോലെ സഹോദര സഹായം കുറവായിരിക്കും. പക്ഷേ ആരോഗ്യ വിഷയത്തിലൊക്കെ ഇവർ ഭാഗ്യവാന്മാരാണ്. മിക്കവാറും ഭരണി നക്ഷത്രക്കാർക്കൊക്കെ ഉയരം അല്പം കുറഞ്ഞവർ ഒക്കെ ആയിരിക്കും. ഇവർക്ക് നല്ല പ്രസന്നമായ മുഖം ഉള്ളവരാണ്. അതുപോലെ വിശാലമായ നെറ്റിത്തടം, ചൈതന്യമേറിയ കണ്ണുകളൊക്കെ ഉണ്ട്. അതുപോലെ പല്ലുകളൊക്കെ നല്ല തിളക്കമുള്ള പല്ലുകളാണ്. ഇതൊക്കെ ഇവരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. നല്ല ആരോഗ്യ പ്രകൃതിയുള്ള ശരീരപ്രകൃതിയാണ് ഭരണി നക്ഷത്രക്കാരുടെ. പക്ഷേ എന്നാൽ ഇവർ ആ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം അലസന്മാരാണ്. ഇവരെ വല്ലപ്പോഴുമൊക്കെ അലട്ടാറുള്ള രോഗങ്ങൾ, ദന്തരോഗം അലട്ടാറുണ്ട്. ശിരസ് സംബന്ധമായ എന്തെങ്കിലും ഒക്കെ രോഗങ്ങൾ ഇവരെ അലട്ടാറുണ്ട്.
സമൂഹത്തിൽ ജീവിക്കുന്നവരെല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ജീവിക്കുന്നവരാണ്. എന്നാൽ ഭരണി നക്ഷത്രക്കാർ നേരെ തിരിച്ചാണ്. ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ആരെങ്കിലുമൊക്കെ ഇവരോട് എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറുവശം എന്താണെന്ന് ഇവർ പെട്ടെന്ന് ചിന്തിക്കും. അതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത പോയിൻറ്റുകളെ, തെറ്റുകളെ ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാമർഥ്യം ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ട്. പക്ഷേ ഈ കാര്യം സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ ഇവർക്ക് അതൊട്ട് പറ്റത്തുമില്ല. അതുപോലെ പരിശ്രമശാലികളാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടൊക്കെ ഇവർ നല്ലപോലെ ശോഭിക്കാറുണ്ട്. അതുപോലെ വ്യാവസായിക രംഗത്ത് ശോഭിക്കാറുണ്ട്. കൃഷി, കൈത്തൊഴിൽ, ഈ രംഗത്തെല്ലാം ഇവർ വളരെ കൃത്യതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ വിജയത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യത്തിന് ഇവർക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരുടെ സഹായവും ആവശ്യമായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഇവർക്ക് ഉണ്ടാകാറുമുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവരുടെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ തന്നെ ഇവർക്ക് ശത്രുക്കളും ആയി തീരാറുണ്ട്. അതുപോലെ ഇവർക്ക് ഉപകാരസ്മരണ തീരെ കുറവാണെന്ന് മറ്റുള്ളവർ കരുതും. അതുകൊണ്ട് തന്നെ സൗഹൃദ ഒക്കെ ഇവർക്ക് വളരെ കുറവും ആയിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതവും ശുഭകരമാണ്. സമർത്ഥരും സൽസ്വഭാവികളുമായുള്ള ഭാര്യമാരെ ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത്. അതുപോലെ ഇവർക്ക് കിട്ടുന്ന ഭാര്യമാരിൽ ക്ഷമാശീലം, സഹനശക്തിയും എല്ലാം വേണ്ടത്ര ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുപോലെ ദാമ്പത്യ ജീവിതം സമാധാനപൂർണവും സംതൃപ്തപൂർണവും ഒക്കെ ആയിരിക്കും. അതുപോലെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലത്തിൽ അധികവും അനുയോജ്യമായിട്ട് തന്നെ വരുന്നതാണ്. എങ്കിലും ചില പ്രത്യേകതകൾ കൂടി ഇവർക്ക് ഉണ്ടായിരിക്കും. ഭരണ മേധാവിത്വ ശേഷികളൊക്കെ ഇവർക്ക് കുറച്ചധികമാണ് ഭരണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക്. അതുകൊണ്ട് തന്നെ ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ ഭർതൃഗ്രഹത്തിൽ നിന്നും ഒക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാകാറും ഉണ്ട്. അതുപോലെ ഇവർക്ക് അല്പം പിടിവാശി കൂടുതലാണ്. പക്ഷേ നല്ല പരിശ്രമശീലം, വിവേചന ശക്തിയും ഒക്കെ ഇവർക്ക് ഉണ്ട്. ഈ രോഹിണി, തിരുവാതിര, പൂയം, അനിഴം, തൃക്കേട്ട, രോഹിണി, തിരുവാതിര, പൂയം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുമായിട്ടുള്ള ബന്ധം ഇവർക്ക് അത്ര ഗുണകരമല്ല. അതുപോലെ ഈ രോഹിണി, തിരുവാതിര, പൂയം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകളിൽ ഇവരൊക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതും അത്ര നല്ലതല്ല. പുതിയ കർമ്മങ്ങളൊക്കെ പുതിയതായിട്ട് ആരംഭിക്കുന്നതൊക്കെ ഈ പറഞ്ഞ നാളുകളിൽ ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതുപോലെ ഭരണി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശുക്രനാണ്. ശുക്രദശയിലാണ് ഭരണി നക്ഷത്രക്കാർ ജനിക്കുന്നത്. ശുക്രദശ 20 വർഷമുണ്ട്. അത് ഒരു പകുതി കൂട്ടിയാലും 10 വയസ്സ് വരെയൊക്കെ ഏകദേശം ഇവർക്ക് ശുക്രദശയായിരിക്കും. അത് ജനനസമയത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലർക്ക് ശുക്രദശ 20 വർഷം തന്നെ ചിലപ്പം കാണും. പക്ഷേ ചിലർക്ക് 5 വർഷമേ കാണുകയുള്ളൂ. എന്നാലും ഒരു പകുതി 10 വയസ്സ് വരെ മിക്കവാറും പേർക്കൊക്കെ ശുക്രദശ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആദിത്യദശ 6 വർഷം, അതായത് 16 വയസ്സ് വരെ ആദിത്യ ദശയാണ്. അതിനുശേഷം 10 വർഷം ചന്ദ്രൻ്റെ ദശയാണ്, 26 വയസ്സ് വരെ. അതിനുശേഷം 7 വർഷം ചൊവ്വയാണ്, 33 വയസ്സ് വരെ. അതിനുശേഷം 18 വർഷം രാഹുവിൻ്റെ ദശയാണ്, 51 വയസ്സ് വരെ. അതിനുശേഷം 16 വർഷം വ്യാഴത്തിൻ്റെ ദശയാണ്, 67 വയസ്സ് വരെ. അതിനുശേഷം 67 വയസ്സിന് ശേഷം 19 വർഷത്തോളം ശനിയുടെ ദശയും ആണ്. ഇവർ ഈ രാഹുദശ ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നവർ. രാഹുദശ ഭരണി നക്ഷത്രക്കാർക്ക് അത്ര നല്ലൊരു ദശയല്ല. അവർക്ക് ഈ ജാതകത്തിലെ 3, 11 ഭാവങ്ങളിൽ ഒഴിച്ച് മറ്റു ഭാവങ്ങളിലൊക്കെ രാഹുസ്ഥിതിയുള്ള ജാതകർക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ ആ രാഹു നൽകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അവർ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത്. അതുപോലെ പ്രത്യേക തരമായ എന്തെങ്കിലും മനോവ്യാപാരങ്ങൾക്കൊക്കെ അടിമയായിരിക്കും. അതുപോലെ നീച സ്ത്രീകളുമായിട്ടുള്ള രഹസ്യബന്ധങ്ങൾ, നീച ജനങ്ങളുമായിട്ടുള്ള സഹവാസം. അതുപോലെ ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും വിഷബാധകളൊക്കെ ഏൽക്കുന്നതായിരിക്കും ഈ രാഹുദശാകാലത്ത്. ആ രാഹുദശ
ഭരണിയുടെ ദോഷകാഠിന്യമനുസരിച്ച് എട്ടുകാലി വിഷം, സർപ്പവിഷം, കൈവിഷം, പക്ഷിവിഷം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആകാവുന്നതാണ്. അതുപോലെ പൊതുവെ ത്വക്ക് രോഗങ്ങളും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. അതുപോലെ ചാരവശാൽ ജന്മത്തിൽ 8, 9 തുടങ്ങിയ അനിഷ്ടഭാവങ്ങളിലൊക്കെ രാഹു സഞ്ചരിക്കുന്ന കാലത്തും ദോഷ പരിഹാരങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. അതുപോലെ 67 വയസ്സിന് ശേഷം ശനിദോഷത്തിനുള്ള പരിഹാരങ്ങളും ഈ സമയത്ത് അവർ അനുഷ്ഠിക്കേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിക്ഷോഭങ്ങളെ, അതുപോലെ വിപരീത പരിസ്ഥിതികളെയൊക്കെ നേരിടാനുള്ള കഴിവില്ലായ്മ, അതുപോലെ ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ ഇവർക്ക് ഉണ്ടാകാം. അതുപോലെ വാദം, അപസ്മാരം അതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഇവരെ ഈ സമയത്ത് കീഴ്പ്പെടുത്തുന്നതാണ്. ഈ സമയത്തൊക്കെ ഇവർ ശനിദോഷ പരിഹാരങ്ങളെ ശനിദശാകാലത്തൊക്കെ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഭരണി നക്ഷത്രക്കാർ ധരിക്കേണ്ട നിറങ്ങൾ ചുവപ്പ്, സ്വർണ്ണനിറം, ചാരനിറം ഇവയൊക്കെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. ഭരണി മനുഷ്യ ഗണത്തിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത ഭദ്രകാളിയാണ്. ഭദ്രകാളിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത്രയൊക്കെയാണ് ഭരണി നക്ഷത്രത്തെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്